എനിക്ക് വിജയിക്കാൻ കഴിയുമോ? ഒന്ന് ചോദിച്ച 3 ചോദ്യം നിങ്ങളുടെ തന്നെ ഒന്ന് ചോദിച്ച്. ചോദ്യം, ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്തിനാ ചെയ്യണം? ഇത് ചെയ്താൽ ഇതിന്റെ ഫലം എന്തായിരിക്കും? ഇതിൽ നിന്ന് എനിക്ക് വിജയിക്കാൻ കഴിയുമോ? വാട്ട് ഈസ് വിജയം? എന്താ വിജയം? ക്യാഷ് ഫ്ലോ. എന്താണ് വിജയം? വാട്ട് ഈസ് സക്സസ്? ഇപ്പൊ പറയൂ, ജീവിതത്തിൽ വിജയിച്ചു. വാട്ട് ഈസ് സക്സസ്? എന്തായിരിക്കും ദേവ? എന്തായിരിക്കും വിജയം? നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിച്ച കാറ്, വീട്, എന്തുമായിക്കോട്ടെ അത് സ്വന്തമാക്കാൻ പറ്റണം. നമ്മുടെ മക്കൾ ചോദിക്കുന്നത് എന്തോ അപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റണം. നമ്മുടെ മാതാപിതാക്കൾ എന്ത് ആഗ്രഹമുണ്ടോ അത് നിറവേറ്റാൻ പറ്റണം. വീടിന്റെ വാതിക്കൽ ആരെങ്കിലും ഒരു സംഭാവന ചോദിച്ചു വരുമ്പോ, അല്ലെ, ഒരു ആവശ്യം പറഞ്ഞു വരുമ്പോൾ കൊടുക്കാൻ പറ്റണം നമ്മളെ കൊണ്ട്. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ജീവിച്ചു പോവാ, അതാരാ? ഇപ്പൊ നമ്മളെന്താ ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നുണ്ട് ആരെ പോലെ? ആസ് എ ആനിമൽ, മൃഗത്തെ പോലെ. എന്താ മൃഗത്തെ പോലെ? മൃഗം എന്താ ചെയ്യുന്നത്? രാവിലെ എഴുന്നേൽക്കുന്നു, ഇര തേടി പോകുന്നു, തിരിച്ചു വരുന്നു, പ്രത്യുത്പാദനം നടത്തുന്നു, കിടന്നുറങ്ങുന്നു, കുട്ടികളുണ്ടാവുന്നു. ശരിയല്ലേ? മനുഷ്യന്മാരെന്താ ചെയ്യണം? ജോലിക്ക് പോണം. ഇത് തന്നെയാണ്. ശരിയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു? അവിടെയാണ് മനുഷ്യന്റെ ആ ഒരു വലിയ ജന്മം, അല്ലെ? അത് നോക്കി, പണ്ട് ഇവിടുത്തെ മനുഷ്യന്മാർ എങ്ങനെയായിരുന്നു? ഗുഹയിൽ താമസിക്കുന്നു, വിശക്കുമ്പോ പുറത്തു പോയി ഇര തേടുന്നു, ഗുഹയിൽ വരുന്നു, ചുടുന്നു, തിന്നുന്നു, കഴിക്കുന്നു, കിടക്കുന്നു, അല്ലേ? അങ്ങനെ പിള്ളേരുണ്ടാകുന്നു. ഇത് തന്നെ, ഇത് ആരെന്നറിയാം? ഇരിക്കുന്നത് ആരെന്നറിയാം? നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ, അല്ലേ? ആരാണ്? പണ്ട് കുളിച്ചതല്ല. അതായത് ഇത് ആരുമാണ് നമ്മുടെ, അല്ലേ? അപ്പൊ ഇവിടെ DNA ആർക്കും കിട്ടി? നമുക്കും കിട്ടി. അങ്ങനെ നമ്മൾ ആരായി? നമ്മളും ഒരു എംപ്ലോയി ആയിട്ട് മാറി ഇപ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ ജീവിച്ചു പോകും. അപ്പൊ അതിന് ഒരു കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിലേക്കൊന്ന് ഞാൻ പെടുത്താണ്. ഇത് ജീവിതത്തിൽ മിക്ക ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അതായത് നമുക്ക് വേണ്ടത് 3 ക്യാഷുകളാണ് ജീവിതത്തിൽ വേണ്ടത്. ഒന്നാമത്തെ പേരാണ് ഓപ്പറേഷൻ ക്യാഷ്. അതായത് നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു വരുമാനമുണ്ട്. ഓക്കെ, ആ വരുമാനത്തിൽ നിന്ന് ചെലവ് കഴിച്ചിട്ട് ബാക്കി എത്രയുണ്ട്? അതിനെ വിളിക്കുന്ന പേരാണ് ഓ ക്യാഷ്. എത്രയുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് എല്ലാ മാസവും ജോലിയോ ബിസിനസ്സോ ചെയ്തൊരു വരുമാനമുണ്ട്, എല്ലാ ചെലവ് കഴിച്ചിട്ട് എത്ര രൂപ ബാക്കിയുണ്ട്? അതിനെ വിളിക്കുന്ന പേര് ഓ ക്യാഷ്. ചോദ്യം, എത്രയുണ്ട് ഓ ക്യാഷ്? ഒന്ന് പറഞ്ഞു. എത്രയുണ്ട് ഓ ക്യാഷ്? ടീച്ചറാ? 0. ടീച്ചറാ? ശമ്പളമുണ്ട്, പക്ഷെ എന്താ? ഓ ക്യാഷ് 0. ഓ ക്യാഷ് എത്രയുണ്ട്? ഓ ക്യാഷ് മനസ്സിലായോ? നമുക്ക് ജോലിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ചെയ്ത് ചെലവ് കഴിച്ചിട്ട് ബാക്കി എത്രയുണ്ട്? ദാറ്റ് ഈസ് ഓ ക്യാഷ്. എത്രയുണ്ട്? ഓ ക്യാഷ് ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഇൻവെസ്റ്റിംഗ് ക്യാഷ്. എന്താണ്? നമ്മൾക്ക് അസറ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ കാര്യങ്ങൾ കട്ടപ്പോകെ. അപ്പൊ ഇവിടെയുള്ള കൂടുതൽ ആളുകൾ എവിടെയാണ്? എഫ് ക്യാഷ്, ലോൺ. എന്താണ്? ഫിനാൻസിങ് ക്യാഷ്, എഫ് ക്യാഷ്. ഇവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പൈസ എവിടേക്കുള്ളതാ? ഇവിടേക്കുള്ളതാ. എത്ര നാൾ, അല്ലേ? കുറച്ച് കഴിയുമ്പോൾ ആരോഗ്യമില്ലാത്തൊരു സമയം വരും, അല്ലേ? വേണ്ട, വരുന്നൊരു 6 മാസത്തിനുള്ളിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കടുത്ത വിലക്കയറ്റം. കാരണം യുദ്ധം ഒന്നും കൂടെ ടൈറ്റാണ്. യുദ്ധമില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ജീവിച്ചു പോകാൻ പറ്റുന്ന അവസ്ഥ വരും, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം?